രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വിരാമമാകുന്നില്ല. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നേടിയ വൻ വിജയത്തിന് പിന്നാലെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മനെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലം തിരിച്ചുപിടിക്കാൻ മറിയ ഉമ്മനെ പോലൊരു മുഖം അനിവാര്യമാണെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോട്ടയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയവും ഇത് തന്നെയാണ്. മറിയ ഉമ്മനുമായി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ പ്രാഥമിക ആശയവിനിമയം നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി നേരിട്ട് മറിയ ഉമ്മനെ ഫോണിൽ വിളിച്ച് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതാണ്. ഉമ്മൻചാണ്ടിയുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ആന്റണിയുടെ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ കൂടി താല്പര്യപ്രകാരമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പ്രൊഫസർ N ജയരാജ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. 2011 മുതൽ തുടർച്ചയായി ജയരാജ് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നു. UDF വിട്ട LDFിലേക്ക് കേരള കോൺഗ്രസ് എം മാറിയതോടെ കാഞ്ഞിരപ്പള്ളി ഇടതുമുന്നണിയുടെ പക്കലായി. ഇത് തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടി എന്ന വികാരത്തിന് കഴിയുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടിയോട് ജനങ്ങൾക്കുള്ള വൈകാരികമായ അടുപ്പവും മറിയ ഉമ്മന്റെ ഡോക്ടർ എന്ന നിലയിലുള്ള വ്യക്തിപ്രഭാവവും മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള കാഞ്ഞിരപ്പള്ളിയിൽ മറിയ ഉമ്മനെ ഇറക്കുന്നത് വഴി ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കാമെന്നും UDF കരുതുന്നുണ്ട്. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിലെ മത്സരം ഇത്തവണ അത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കൂടി രംഗത്തിറങ്ങിയാൽ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ജോർജ് കുര്യന്റെ സ്വാധീനം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഭ്യൂഹങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ മറിയ ഉമ്മൻ തന്നെ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് മറിയ പറയുന്നത്. എങ്കിലും പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ ആലോചിച്ച് തീരുമാനിക്കുമെന്ന മറുപടി അവർ നൽകി. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പലരും നമ്മളോട് രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോടുള്ള ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നുവെന്ന് മറിയ ഉമ്മൻ പറഞ്ഞു. നിലവിൽ തന്റെ പ്രൊഫഷനിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെന്ന് അവർ കൂട്ടിച്ചേർത്തു. എങ്കിലും കുടുംബവുമായും പാർട്ടിയുമായും ആലോചിച്ച വരും ദിവസങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ മറിയ തയ്യാറായേക്കും. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ മുന്നോടിയായി അവർ മതമേലധ്യക്ഷന്മാരെ കണ്ടുവന്ന വാർത്തകളും അവർ നിഷേധിച്ചു. സന്ദർശനങ്ങൾ തികച്ചും വ്യക്തിപരമായിരുന്നു എന്നാണ് അവരുടെ വിശദീകരണം. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നേരത്തെ ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചിരുന്നു. തന്റെ അറിവിൽ സഹോദരന്മാർക്ക് രാഷ്ട്രീയ മത്സരങ്ങളോട് താല്പര്യമില്ലെന്നും കുടുംബത്തിൽ നിന്നും ഒരാൾ മാത്രം മത്സരരംഗത്തുണ്ടാകുമെന്നുമാണ് ചാണ്ടി ഉമ്മൻ അന്ന് പറഞ്ഞിരുന്നത്. ഇത് മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തടസ്സമാകുമോ എന്നതും കണ്ടറിയണം. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ മറിയ ഉമ്മനെ മത്സരിപ്പിക്കുന്നത് വഴി മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും ആകർഷിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രത്യാശിക്കുന്നു. ഉമ്മൻചാണ്ടി എന്ന പേരിന് ഇന്നും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ വലിയ സ്വീകാര്യതയുണ്ട്. മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വ വാർത്തകൾ വന്നതോടെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. പ്രൊഫസർ N ജയരാജിന്റെ വികസന നേട്ടങ്ങളെക്കാൾ രാഷ്ട്രീയമായി ഉമ്മൻചാണ്ടി എന്ന വികാരം മണ്ഡലത്തിൽ അലയടിക്കുമെന്നാണ് ഇവരുടെ വാദം. എന്നിരുന്നാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും നിർണായകമാകും. I ഗ്രൂപ്പും A ഗ്രൂപ്പും ഈ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുകയാണെങ്കിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാനിടയില്ല.